ഞങ്ങള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ട്, സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അതുവരെ പിടിച്ചു നിൽക്കുകയാണ് ശരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ ഇവൻ ഇവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവൻ പോയി, കാശൊക്കെ തീർന്നു, മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട്. ഹലോ ചങ്ങായിമാരെ, 2025 പലതരം ഒളിച്ചോട്ടങ്ങൾക്കാണ് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പുമുളക് ലൈറ്റിലെ നന്ദനയുടെ ഒളിച്ചോട്ടം നിങ്ങൾ കണ്ടതാണ്. അതിനുശേഷം ട്രോളന്മാർ ഏറ്റെടുത്ത മറ്റൊരു ഒളിച്ചോട്ടമാണ് ചേച്ചിയുടെ ഭർത്താവിനായിട്ട് ഒളിച്ചോടിയ അനിയത്തിയുടെ ഒളിച്ചോട്ടവും ദിവ്യമായ പ്രണയവും ഒക്കെ ഇപ്പൊ അവസാനിച്ചിട്ടുണ്ട്. ചെക്കൻ എന്തായി, ഈ പറയുന്ന ചേച്ചിയുടെ ഭർത്താവ് എന്തായി, അവൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. കയ്യിലെ കാശൊക്കെ തീർന്നപ്പോ വീട്ടിൽ കയറി ചെന്നപ്പോൾ വീട്ടുകാർ സ്വീകരിച്ചില്ല. ഇപ്പൊ അവൾ മുസ്ലിം ആകാൻ വേണ്ടി നടക്കുകയാണ്. ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണുങ്ങളൊക്കെ സ്വീകരിക്കാനാണല്ലോ മുസ്ലിം ഇരിക്കുന്നത്. എന്തായാലും പോലും ആ കാര്യത്തെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ മുമ്പ് ട്രോളന്മാർ ഇപ്പെടുത്ത് അടർമാദിക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പോലും ഒന്നും കൂടി കാണുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഇവളുടെ ഇപ്പം മതം മാറാനുള്ള തീരുമാനം എന്താണ് കാരണം എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ട്രോളന്മാരെടുത്ത് ആഘോഷിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടുപോകും. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കുകയായിരുന്നു. സത്യമല്ല, എനിക്ക് ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. അതിനാണ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നിനും വരരുത്. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇന്നെ ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ അല്ല. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ അന്വേഷിച്ച് ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും, തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. എവിടെ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. എടാ പോടാ, പോയി ഒളിച്ചോടി പണ്ടാറ എന്തൊക്കെയൊക്കെ ചെയ്യും. പാവം വികാരതീതനായിട്ട് കിസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അവള് കിസ് ചെയ്ത് അതിന് ശേഷം ആശാനും കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ കിസ് ചെയ്യാൻ പോയപ്പോൾ അവൾ മുഖം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്താ അവസ്ഥ എടുത്ത് നോക്കി. ഭാര്യക്കറിയാന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒളിച്ചോടാൻ പോവാണ്. അനിയത്തി പറയണതാണ് ചേച്ചിക്ക് അറിയാം, ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ചേച്ചിക്ക് അറിയാം, ചേച്ചി മറച്ചു വെച്ചാണ്. ഭർത്താവ് പറയണ അവൾ അറിഞ്ഞിട്ടാണെന്ന്. എന്തൊക്കെ എന്ന് കേൾക്കണം. ഞങ്ങൾ അന്വേഷിക്കാൻ വരരുത്. സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ, അതുകൊണ്ട് പണ്ടൊക്കെ വെച്ചാൽ കത്തെഴുതി വെച്ചിട്ടാണ് വിളിച്ചോട്ടം. ഇന്ന് അങ്ങനെ ഒന്നുമല്ല. സോഷ്യൽ മീഡിയ കൂടി വീഡിയോ എടുത്ത് ലൈവിലൊക്കെ വന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ വിളിച്ചോടാൻ പോയി ഞങ്ങൾ അന്വേഷിക്കരുത്. എന്താ അവസ്ഥയായിരുന്നു നോക്കിയേ. അതിനെ കണ്ടിട്ട് സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്. അതിനുശേഷം വന്ന ഒരു വോയിസ് കേൾക്കാൻ ഇടയാണ്ടായിരുന്നു. ആ വോയിസ് പറയണത് എന്താണ്, ഇവര് ഒളിച്ചോടിപ്പോയി. അവസാനം പെണ്ണിന്റെ കയ്യിലെ കാശൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ എന്തായി, ഇവൻ ഉപേക്ഷിച്ചവളാ. ഓള് ഉപേക്ഷിച്ച് ഓള് വീട്ടിൽ കയറി ചെന്നിട്ടുണ്ട്. കയറി ചെന്നിട്ട് വീട്ടുകാർ സ്വീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ആ വോയിസ് നമുക്കൊന്ന് കേട്ടോ. വീഡിയോ അല്ലേ, ആ വീഡിയോയില് സംഭവം വേറൊന്നുമില്ല. ഇവൻ ഇവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി, കാശൊക്കെ തീർന്നു, മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ഒരാൾ കണ്ട് പോലീസിൽ അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും. നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞ് പോയി. നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവിടെ അമ്മേച്ചനാണെങ്കിൽ കേട്ടിട്ടില്ല. വീട്ടിലൊന്നും കയറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പിന്നെ ഇപ്പം അവിടെ എന്തോ മുസ്ലിംസ് ആവാൻ പോകാമെന്ന് പറഞ്ഞ് നടക്കാമെന്ന് ഞാൻ അറിഞ്ഞത്. വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്, നമുക്കറിയാവുന്ന ഒരു ഫാമിലി ചേട്ടൻ. പുള്ളിക്കാരനൊക്കെ ഒന്നും അറിയാം. അപ്പം അപ്പോൾ അവരാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വീട് തൊട്ടടുത്തുള്ളവർ തന്നെയാണ് അവർ. മുസ്ലിമാണ് നടക്കുക. അവരുണ്ടാവും തിരിച്ചു വന്നത്. അതിൽ പൈസക്ക് വേറെ ഫോണൊക്കെ വിറ്റ് അപ്പോൾ ഇവർ ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട്
ഇവരവിടെ നിൽക്കേണ്ടത് ഒരു ബസ്സും വിളിച്ച് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയത് ഫാമിലിത്തെ ആൾക്കാർ ഒരു അച്ഛനമ്മയും അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു അവരിട്ടിട്ട് പോയി ആ ചെക്കിട്ടിട്ട് പോയി ചേച്ചി ഭർത്താവ് ഇട്ടിട്ട് പോയി ഇത് വേണ്ട ഇനിയിപ്പോൾ അനാഥാലയത്തേക്ക് ആക്കിയപ്പോൾ പറയുന്നത് മുസ്ലിം ആവുകയാണ്. പിന്നെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഒളിച്ചോടി പോയിട്ട് ഇപ്പൊ അവനക്ക് വേണ്ട, അവൻ ഇവളുടെ കയ്യിലെ കാശ് തീർന്നിട്ട് അവന് ഉപേക്ഷിച്ചു പറഞ്ഞ് നേരെ മുസ്ലിം മതത്തിൽ കയറി ചെന്ന് കഴിഞ്ഞാലേ സ്വീകരിക്കാൻ പറയണ്. വായോ മോളെ, നീ എന്തായാലും നല്ല പ്രവൃത്തി ചെയ്തല്ല, പുണ്യപ്രവൃത്തി ചെയ്തല്ല, നീ മുസ്ലിം ആയിക്കോ എന്ന് പറഞ്ഞ് കയറ്റാൻ പോവല്ലേ. ഇനി അറിയില്ല കേട്ടാ, എന്തായാലും മുസ്ലിം എന്ന നിലയിൽ കയറ്റുമെന്ന് തോന്നുന്നില്ല. ശരിക്കും മുസ്ലിമിന്റെ നിയമം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടുപേര് പ്രണയിക്കാണ്. മറ്റൊരു മതത്തിലുള്ള പെൺകുട്ടി മുസ്ലിം മതത്തിലുള്ള പയ്യനെ പ്രണയിച്ച് എന്നിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി അവൾ മുസ്ലിം ആകാൻ തീരുമാനിച്ചാൽ പോലും അവളെ മുസ്ലിം ആക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ മതത്തിലേക്ക് സ്വീകരിക്കണമെങ്കിൽ മതത്തെ മനസ്സിലാക്കി മതം അറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളെ മതത്തിലേക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ. അതല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ കല്യാണം കഴിച്ച ചെക്കനെ കല്യാണം കഴിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളെ സ്വന്തമാക്കാൻ വേണ്ടിയോ ഒന്നും മുസ്ലിം ആവാൻ വേണ്ടി സമ്മതിക്കില്ല. അങ്ങനെയുള്ള സമയത്താണ് ചേച്ചിയുടെ കെട്ടിയോനായിട്ട് ഒളിച്ചോടി പോയിട്ട് കയ്യിലെ കഴപ്പും കാര്യങ്ങളും തീർത്ത് വന്നിട്ട് ഇപ്പൊ വീട്ടിൽ കയറ്റി വന്നിട്ട് മുസ്ലിം ആവാൻ പോണ്. ഇത് മറ്റൊരു സ്കീമാണ് സത്യം പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഞാൻ മുസ്ലിം ആവാൻ പോണേ കാരണം കുടുംബത്തിൽ കയറ്റാത്തതുകൊണ്ട് ഞാൻ മുസ്ലിം ആക്കാൻ പോകണമെന്ന് പറയുമ്പോൾ സ്വീകരിക്കാൻ മറ്റു ചില ആൾക്കാരൊക്കെ ചെല്ലുമല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സ്കീമാണ് തോന്നുന്നത്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ തന്നെ ഒളിച്ചോടുന്ന സമയത്ത് ഇയാളായിട്ട് തന്നെ ഒളിച്ചോടാൻ പോണ്. എനിക്ക് തോന്നണം ഈ വീഡിയോ കണ്ടിട്ട് തോന്നണം ശരി ഈ വീഡിയോ ആദ്യം വന്ന വീഡിയോ അതിനുശേഷമാണ് നമ്മൾ കണ്ട വീഡിയോ വന്നേക്കുന്നത്. കാരണം ഈ വീഡിയോയിൽ ഈ പറയുന്ന പെൺകുട്ടി ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ പണിയെടുത്തതിന്റെ 2 മാസത്തെ ശമ്പളം ഒന്ന് പെൻഡിങ് ഉണ്ടായിരുന്നു. ആ പെൻഡിങ് ഉണ്ടായിരുന്ന ശമ്പളം മേടിച്ച് പോകുന്ന വഴിയുള്ള ഒരു വീഡിയോ അത് കണ്ടുനോക്കാം. ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. അത് എനിക്ക് ചെക്കന്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന അന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അതുവരെ പിടിച്ചു നിൽക്കുകയാണ് ശരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട്. എനിക്ക് 22 വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം. അപ്പോ ഇതിന്റെ പിന്നിൽ കഴിഞ്ഞാൽ ആരും ഞങ്ങൾ അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ ഒന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിടിച്ചിരിക്കാനോ ഒന്നും ഞാൻ നിൽക്കില്ല. പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുകാരണമാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പോകും. ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളെ പിന്നാലെ ആരും വരരുത്. മാത്രല്ല എന്റെ കൂടെ ഏട്ടനും ഉണ്ട്. അപ്പൊ പോണന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. അപ്പൊ ആരും ഇതിന്റെ പേരില് അന്വേഷിക്കാനെ പിടിക്കാനേ വരരുത്. ഏട്ടൻ എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും ഞങ്ങൾ പോവാൻ കാരണം തന്നെ അത്രയധികം ഇഷ്ടപ്പെട്ട കാരണമാണ് ഞങ്ങൾ പോകുന്നത്. ആരും ഇതിന്റെ പേരിൽ അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടം എനിക്ക് 22 വയസ്സിന് അതൊക്കെയാണ് പറയണത്. ആരും അന്വേഷിക്കാൻ വന്നാലും ശരി ഒരിക്കലും ഏട്ടനൊക്കെ പോകുന്നില്ല. ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് ഇപ്പൊ നോക്കിയാൽ പെൺകുട്ടിക്ക് 10-22 വയസ്സുള്ളൂ, അയാൾക്ക് 10-45-50 വയസ്സോളം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായാണ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായപൂർത്തി ആയിട്ടുണ്ട്, തീരുമാനങ്ങൾ മനസ്സിലാക്കാനുള്ള ജീവിതം മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ട്. എന്നാലും 10-22 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ആവാനുള്ള പ്രായമുണ്ട്. ഇന്നത്തെ ചെറിയ പിള്ളേർക്ക് വരെയും ബുദ്ധിബോധമുണ്ട്. അപ്പൊ ഇത്രയും പ്രായമായിട്ട് ബുദ്ധിബോധം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ ശമ്പളമൊക്കെ മേടിച്ച് കയ്യിലെ കാശ് കൊണ്ട് അടിച്ചു പൊളിച്ച് കയ്യിലെ കാശ് തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്ത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്താണ് ചേച്ചിയുടെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ടുണ്ട്. മുമ്പേ പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിട്ടു തരും, അല്ലാണ്ട് ഞാൻ പിടിച്ചു വെക്കൊന്നുമില്ല, ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല, പക്ഷേ ചേച്ചിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിട്ടു തരാമെന്നൊക്കെ പറയാനുണ്ടായിരുന്നു. എന്തായാലും വിട്ടു കൊടുക്കേണ്ടി വന്നില്ല, അയാൾ തന്നെ ഇറങ്ങി പോയിട്ടുണ്ട്. ഓള ഉപേക്ഷിക്കുകയും ചെയ്ത് വീട്ടിൽ കയറി ചെന്ന വീട്ടുകാർ സ്വീകരിച്ചില്ല. എങ്ങനെ സ്വീകരിക്കും? കുടുംബത്തിനെ നാണം കേട്ടെത്തി
കുടുംബത്തിലെ മൊത്തമായിട്ട് നാണം കെടുത്തുകയാണ് ചെയ്തത്. സോഷ്യൽ മീഡിയ കൂടിയൊക്കെ അല്ല ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ കുടുംബക്കാർ നാണം കെട്ടുണ്ടാവും, ആ ചേച്ചി നാണം കെട്ടുണ്ടാവും. ഇവന് ആരെങ്ങാണ്ടൊക്കെ ഇവന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി പേരെ കൊണ്ടുപോകണം, ഇവനെന്തോ ടിക്കറ്റ് വെച്ചിട്ട് ആൾക്കാർ വിളിക്കുന്നു തോന്നുന്നു, അറിയില്ല കുറേ പേരെ കൂടി കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹം പറയുന്നുണ്ട്. ചിലപ്പോൾ അതിന് വേണ്ടിയാണെങ്കിൽ ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേറെ പോയേക്കണ്. എന്തായാലും പോലും ആൾ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അവളും മുസ്ലിം മതം സ്വീകരിക്കാൻ പോകണമെന്നുള്ള ആഗ്രഹങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇവർ ആഗ്രഹം മാത്രമായി നിൽക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ 1-2 വട്ടമൊക്കെ ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കുക. ആരെ കൂടെ എങ്ങനെ പോകണം എവിടെ പോകണം എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ നടുറോട്ടിൽ വന്നിരിക്കേണ്ടി വരും. ഇപ്പം നടുറോട്ടിലായിട്ടുണ്ടല്ല. അപ്പം തീരുമാനം എടുക്കാനുള്ള പ്രായമുള്ളവർ തീരുമാനം എടുക്കുമ്പോൾ കൃത്യമായിട്ട് തീരുമാനം എടുക്കുക. പിന്നെ കുടുംബക്കാരാണ് നമ്മളെ പെറ്റുപോയിട്ട് ഇതുവരെ വളർത്തുന്നതിൽ നിന്ന് അവരെ ആദ്യം ആഗ്രഹിക്കുന്ന ഒന്നും എന്താണ്, നമ്മ മൂലം ജനങ്ങളുടെ സമൂഹത്തിന് മൂലം തല കുനിക്കാൻ ഇടയാക്കലെന്നാണ്. ഇതുപോലെയുള്ള തലതിരിഞ്ഞ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതാപിതാക്കൾക്ക് തല ഉയർത്താൻ സമയം കിട്ടില്ല, തല താഴ്ന്ന് തന്നെ ഇരിക്കും എന്നാണ് തോന്നുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്ര സംസാരിക്കുന്നുള്ളൂ. ഈ വിഷയം ഇപ്പം വീണ്ടും ഓരോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഈ പറയുന്ന വിഷയം ഈ പെൺകുട്ടി തന്നെ വന്ന് പറയും ചിലപ്പോൾ ഇയാൾ ഉപേക്ഷിച്ചതിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാലും അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ചെയ്യുന്നതായിരിക്കും. വരും ദിവസങ്ങൾ വരും വിഷയങ്ങളുമായി കാണാം. ബൈ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.